ഈ 2 പ്രസ്ഥാനം വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും റെഡിയാണ്. അതാണ് അവൾ കോംപ്രമൈസ് പറയുന്നെങ്കിൽ 2 പ്രസ്ഥാനം വൈൻഡപ്പ് ചെയ്യുക. ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടി മുഴുവൻ ഗവൺമെൻറ്റിന് കൊടുത്തേക്കുക, ഇല്ല സമാനമായ ഏതെങ്കിലും സഭയുടെ ട്രസ്റ്റിന് കൊടുത്തേക്കുക, NGO വൈൻഡപ്പ് ചെയ്തേക്കുക. ഐ എം റെഡി ഈവൻ. ആ കോംപ്രമൈസിനേ ഉള്ളൂ. അല്ലാതെ ഇവരെ ഒഴിവാക്കിയിട്ട് വെറും ഫാമിലിയുടെ ട്രസ്റ്റ് മാത്രം നിർത്തിയിട്ട് എന്നെ കൊണ്ട് വീണ്ടും ഇങ്ങനെ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഐ എം നോട്ട് റെഡി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ട്രസ്റ്റ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ താങ്കൾ കുറച്ച് അശ്രദ്ധ കാണിച്ചിരുന്നോ? കംപ്ലീറ്റ് ഭാര്യനെ ട്രസ്റ്റ് ചെയ്തു? കംപ്ലീറ്റ് ഭാര്യനെ ട്രസ്റ്റ് ചെയ്തു. കാരണം ഞാൻ ആളോട് പറഞ്ഞു, തെറ്റല്ല, മാനേജിങ് ഡയറക്ടർ പുള്ളിയാണ്, ഞാൻ മാനേജിങ് ട്രസ്റ്റി ആണെങ്കിലും അതിൻ്റെ ഡയറക്ടറായിട്ട് സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കാൻ പുള്ളിക്കാരിനെ ഏൽപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഒരു കമ്പനിയുടെ CEO പോലെ. പക്ഷേ അത് പ്ലേസ് ചെയ്യേണ്ട ആൾ വേറെയല്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ജിജി ആയിരുന്നതുകൊണ്ട്, എൻ്റെ ഭാര്യ ആയിരുന്നതുകൊണ്ട് ഞാൻ വിശ്വസിച്ച് കുറച്ച് വിട്ടുകൊടുത്തു. പിടിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ 5 ലക്ഷം പോയപ്പോൾ മുതലാണ് ഞാൻ പിടിച്ചത്. അതുവരെ ഞാൻ ഫ്രീഡത്തോടെ വിട്ടു. അതിനുശേഷം ഞാൻ മുറുകെ പിടിച്ച് തന്നെയാണ് പോയത്. അതാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഇതുവരെയും പ്രശ്നത്തിലെത്തിയത്.